തലസ്ഥാന നഗരത്തിന്റെ ജലസ്രോതസ്സായ അരുവിക്കര ഡാമിന്റെ സംഭരണശേഷി കൂട്ടുന്നതിനായുള്ള ഡ്രഡ്ജിംഗ് ഇന്ന് ആരംഭിക്കും. റിസർവോയറുകളിൽ അടിഞ്ഞുകൂടിയ ചളിയും എക്കൽ മണ്ണും നീക്കി കൂടുതൽ ജലം സംഭരിക്കുന്നതിനാണ് പദ്ധതി. ഇതോടെ ഡാമിന്റെ സംഭരണശേഷി 50% വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 2 ദശലക്ഷം മീറ്റർ ക്യൂബാണ് റിസർവോയറിന്റെ സംഭരണശേഷി. ഇതിന്റെ പകുതിയോളം ഭാഗം എക്കൽ മണ്ണ്, മണൽ, ചരൽ എന്നിവ അടിഞ്ഞുകിടക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഇവ നീക്കി ആഴം കൂട്ടി കൂടുതൽ ജലം സംഭരിക്കാനാണ് ജലവിഭവ വകുപ്പിന്റെ പദ്ധതി. ആദ്യഘട്ടത്തിൽ ഡാമിന്റെ 18 കിലോമീറ്ററോളം ദൂരത്തിലുള്ള റിസർവോയറുകളാണ് ശുചിയാക്കുന്നത്. ന്യൂമാറ്റിക് സക്ഷൻ പമ്പ്, കട്ടർ സക്ഷൻ ഡ്രഡ്ജർ തുടങ്ങിയ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഡാമിൽ നിന്നും മണ്ണും മണലും പമ്പ് ചെയ്തു മാറ്റും. പ്രതിദിനം 240 മുതൽ 800 മീറ്റർ വരെ മണ്ണ് റിസർവോയറിൽ നിന്ന് പമ്പ് ചെയ്തു മാറ്റാനാണ് ശ്രമം. കരാർ ഏറ്റെടുത്ത അഹമ്മദാബാദ് ഡിവൈൻ ഷിപ്പിംഗ് സർവീസസ് എന്ന കമ്പനിയാണ് റിസർവോയർ നവീകരിക്കുന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. മണ്ണെടുക്കുന്നതിന്റെ ഭാഗമായി ജലസംഭരണിയിലെ വെള്ളം മലിനമാകാതിരിക്കാൻ പ്രത്യേക സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. കുഴിച്ചെടുക്കുന്ന മണൽ പാസ് മുഖേന ആവശ്യമുള്ളവർക്ക് നൽകും. ശേഖരിക്കുന്ന പായലും പാഴ്ചെടികളും കേരള കാർഷിക സർവകലാശാലയുമായി സഹകരിച്ച് സാങ്കേതിക സഹായത്തോടെ വളമാക്കി കർഷകർക്ക് നൽകും. പദ്ധതി പൂർത്തിയാകുന്നതോടെ സർക്കാരിന് 713.88 കോടി രൂപയുടെ വരുമാനം ലഭിക്കുമെന്നാണ് KIIDCയുടെ കണക്കുകൂട്ടൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.